മുതൽ 10 വരെ സംഖ്യകളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്, ബൈബിളിലെ പ്രാധാന്യത്തെക്കുറിച്ച്. 10 പേരുടെ നിമിത്തം പട്ടണം നശിക്കുകയില്ലെന്ന് ദൈവം അബ്രാഹാമിന് വാക്ക് കൊടുത്തു. എൽക്കാന ഹന്നയ്ക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലവനായിരുന്നു. ദാനിയേലിനെ കൂട്ടരെയും പരീക്ഷിച്ചത് 10 ദിവസം. ദൈവം ഇസ്രായേലിൽ അയച്ച ബാധകൾ 10. ദൈവം മോശയുടെ കയ്യിൽ കൊടുത്തയച്ച കൽപ്പനകൾ 10. 10 കമ്പിയുള്ള വീണോണ്ട് അവന് സ്തുതി പാടി. 10 റാത്തൽ സമ്പാദിച്ചതിന് 10 പട്ടണം കൊടുത്തു. നമ്പർ 9. ബൈബിളിലെ ആദ്യത്തെ യുദ്ധം 9 രാജാക്കന്മാർ തമ്മിലായിരുന്നു. ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കുഷ്ഠരോഗികളുടെ എണ്ണം 9. കൊർനെല്യോസിന്റെ അടുക്കൽ ദൂതൻ വന്ന സമയം 9-ാം മണി നേരത്ത്. 9-ാം മണി നേരത്ത് ദേശത്തൊക്കെ ഇരുട്ടുണ്ടായി. നന്ദിയില്ലാത്ത കുഷ്ഠരോഗികൾ 9. ആത്മാവിന്റെ ഫലം 9. യേശു കർത്താവ് പ്രാണനെ വിട്ട സമയം 9-ാം മണി. നമ്പർ 8. അബ്രഹാം ഇസ്ഹാക്കിനെ പരിചയത്തിന് ഏൽപ്പിച്ചത് 8-ാം നാൾ. ഈശായിക്ക് മക്കൾ 8. പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ടവർ 8. പുതിയ നിയമം എഴുതിയ എഴുത്തുകാർ 8. ഗ്രീക്ക് ഭാഷത്തിൽ പറയുന്ന ഭാഗ്യവാന്മാർ 8. പൗലോസ് പരിചയത്തിന് ഏറ്റത് 8-ാം നാൾ. കർത്താവ് 8 പ്രാവശ്യം സ്വർഗാരോഹണത്തിന് മുമ്പ് പ്രത്യക്ഷനായി. നമ്പർ 7. കയ്യിനെ കൊല്ലുന്നവന് 7 ഇരട്ടി പകരം കിട്ടും. ഇസ്രായേൽ ജനം യെരിഹോ ചുറ്റിയത് 7 ദിവസം. ശിംശോന്റെ തലയിൽ ഉണ്ടായിരുന്നത് 7 ജടകൾ. നയമാൻ യോർദാൻ നദിയിൽ മുങ്ങിയത് 7 വട്ടം. നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും. സഹോദരനോട് ക്ഷമിക്കേണ്ടത് 70 വട്ടം. ക്രിസ്ത്യാനിത്വത്തിന്റെ പടികൾ 7. ഇസ്രായേൽ ജനത്തിന്റെ പെരുന്നാൾ 7. കാഹളങ്ങൾ 7. യേശുനാഥന്റെ ക്രൂശുമൊഴികൾ 7. അവിടുന്ന് 7 വിളക്കുകളുടെ നടുവിൽ നടക്കുന്നു. നമ്പർ 6. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് 6-ാം ദിവസം. ദൈവം തന്റെ ജനത്തിന് കൊടുത്ത സങ്കേത നഗരങ്ങൾ 6. കാനായിലെ കല്യാണ വീട്ടിലുണ്ടായിരുന്നത് 6 കൽപാത്രങ്ങൾ. യേശുക്രിസ്തുവിനെ വിസ്തരിച്ചത് 6 പ്രാവശ്യം. 6 കഷ്ടത്തിൽ നിന്ന് അവൻ നമ്മെ വിടുവിക്കും. സാറാഫുകൾക്കുണ്ടായിരുന്നത് 6 ചിറകുകൾ. ദാവീദിന്റെ കയ്യിൽ ഗോലിയാത്തിനെ പോരാടാൻ ദാവീദിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് 5 കല്ലുകൾ. ശമരിക്കാത്തിരിക്കുന്നത് 5 ഭർത്താക്കന്മാർ. ധനവാന്റെ വീട്ടിലായിരുന്നത് 5 സഹോദരന്മാർ. ബാലന്റെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ബുദ്ധിയുള്ള കന്യകമാർ 5, ബുദ്ധിയില്ലാത്ത കന്യകമാർ 5, പഞ്ചരത്നങ്ങൾ 5, നമുക്ക് ഒരുക്കിയിരിക്കുന്ന കിരീടങ്ങൾ 5. നമ്പർ 4. ലാസറിനെ ഉയർത്തിപ്പിച്ചത് 4-ാം നാളിൽ. തീച്ചുളയിൽ നിന്ന് ഇറങ്ങിയ 4-ാമൻ ദൈവപുത്രൻ. യേശു ശിഷ്യന്മാരെ കാണാൻ പോയത് ശിഷ്യന്മാരുടെ അടുക്കൽ പോയത് രാത്രി 4-ാം യാമത്തിൽ. ഏദനിലെ നദികൾ 4. വലിയ പ്രവാചകന്മാർ 4. നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷങ്ങൾ 4. നമ്പർ 3. മുപ്പിച്ചിട്ട് വേഗത്തിൽ അറ്റുപോകുകയില്ല. യോന മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നത് 3 രാവും 3 പകലും. പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞു, 3 പ്രാവശ്യം ഏറ്റുപറഞ്ഞു. ദൈവത്തിന്റെ ആളത്വങ്ങൾ 3. 3-ാം ദിവസം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. നമ്പർ 2. മോശ പാറ അടിച്ചത് 2 വട്ടം. ദരിദ്രയായ വിധവ ശ്രീഭണ്ഡാരത്തിലെത്തിയത് 2 കാശ്. 2 തരം തൂക്കവും 2 തരം അളവും 2 ഒരുപോലെ യഹോവയ്ക്ക് വെറുപ്പ്. യഹോവ ശിശുമാരെ പറഞ്ഞു വിട്ടത് ഇരണ്ടായി. ദേവസഭയ്ക്ക് ലഭിച്ചിട്ടുള്ള അനുഷ്ഠാനങ്ങൾ 2. നാം കാത്തിരിക്കുന്നത് ക്രിസ്തുവിന്റെ 2-ാം വരവിനായി. ദൈവം ഒരുവൻ, തെറ്റിപ്പോയ ആടൊന്ന്, ഒരേയൊരു രക്ഷമാർഗം ക്രിസ്തു. യേശു ദൈവത്തിന്റെ ഏകജാതൻ, മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ മധ്യസ്ഥനൊന്ന്. നമുക്ക് ഈ ഭൂമിയിലുള്ളത് നമ്മുടെ ജീവിതമൊന്ന്, നമ്മുടെ വിശ്വാസമൊന്ന്, നമ്മുടെ ശരീരമൊന്ന്, കർത്താവൊന്ന്, ആത്മാവൊന്ന്, സ്നാനമൊന്ന്, പ്രത്യാശയൊന്ന്. നാം എല്ലാവരും ക്രിസ്തുവിലൊന്ന്. നാം ഒന്ന്, നമുക്കൊന്ന്, നമ്മളൊന്ന്. പിന്നെ നമുക്കെന്തിനാ വേറൊന്ന്? ക്രിസ്തുവിൽ ഒന്നാണ് എന്ന സത്യം വിളിച്ചറിയിക്കുന്ന ഒരു മനോഹര ഗാനം ഇപ്പോൾ സൺഡേ സ്കൂൾ കുട്ടികളും അധ്യാപകരും ചേർന്ന് പാടും.